ചേട്ടാ, പറവൂരിൽ നിന്നും വലിയ രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. അവിടെ CPIയുടെ സ്ഥാനാർത്ഥി വന്നു, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് LDFന് വോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചില സംഘപരിവാർ ഇടങ്ങളിൽ നിന്നുള്ള ചില പ്രസ്താവനകൾ വരുന്നതായിട്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ ഒരു CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി BJP ബാന്ധവം അവിടെ ഉണ്ടോ? ഇത് VD സതീശൻ എന്ന നേതാവിനെ ഏത് വിധേനയും തോൽപ്പിക്കുക, അത് CPMന്റെ തലപ്പൊക്കമുള്ള നേതാക്കൾ, അതായത് ഈ പേര് പറയാതെ പോകാൻ കഴിയില്ല. മുഖ്യമന്ത്രിക്ക് വളരെ താല്പര്യമുള്ളൊരു നേതാവാണ് ഇദ്ദേഹം. പക്ഷെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇവർക്ക് ഈ പ്രാദേശിക നേതാക്കളുടെ കാര്യം പറഞ്ഞു. ഇവർ പറഞ്ഞത് കടുത്ത എതിർപ്പ് ഈ സതീശനോടുണ്ട്. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്തണം, അതിന് നമുക്ക് തന്നെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിക്കൂടെ? ഇവര് CPMന് ചെറിയ ആഭിമുഖ്യമുള്ളൊരു CPI നേതാവാണ് സുനിൽകുമാറിന്റെ പേര് വരെ ഈ കീഴ്ഘടകം പറഞ്ഞതാ. അപ്പം ഇത് ചെയ്തു എന്ന് കാണിക്കുകയും വേണം. കീഴ്ഘടകങ്ങളെ അംഗീകരിച്ചെന്ന് കാണിക്കാൻ വേണ്ടി ഇവിടുന്ന് ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഒപ്പീനിയൻ ഇങ്ങനെ തന്നേരെ എന്ന് പറഞ്ഞു. അത് വാങ്ങിച്ചു മടക്കി കൂട്ടി അങ്ങ് ചോറ്റൂടെ കളഞ്ഞു. എന്നിട്ട് ഘടകകക്ഷിയായ CPI എടുത്ത് പറഞ്ഞ് നിങ്ങൾക്ക് മര്യാദയ്ക്ക് നിന്ന് ജയിക്കാൻ പറ്റുമെങ്കിൽ ജയിച്ചോ എന്ന് പറഞ്ഞ് CPI എടുത്ത് പറയുന്നു. അങ്ങനെയാണ് CPI ഈ പറയുന്ന രീതിയിൽ കയ്പമംഗലത്ത് നിന്ന് ജയിച്ചിരുന്ന MLA ആയ ടൈസനെ കൊണ്ടുവരുന്നത്. ടൈസൺ നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. ടൈസൺ അവിടെ നിന്ന് ജയിച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എബിലിറ്റി കൊണ്ട് തന്നെയാണ്. ആ മണ്ഡലം നന്നായിട്ട് നോക്കിയതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ടൈസൺ തോൽക്കാനാണ് സാധ്യത. കാര്യം ഈ പറയുന്ന ഇപ്പോൾ VD സതീശൻ എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന് അത്രയും മെരിറ്റ് ഉണ്ട്. VD സതീശൻ എന്ന നേതാവിന്റെ മെരിറ്റ്, അതെ, എനിക്ക് തോന്നുന്നു അദ്ദേഹം മത്സരിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ഭൂരിപക്ഷം ഉയർത്തിയാണ് എത്രയോ തവണ ജയിച്ചു. CPM മണ്ഡലമായിരുന്നു. ആ CPM മണ്ഡലത്തിൽ മകള് മത്സരിച്ചിട്ടുണ്ട്, പന്ന്യൻ മത്സരിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയുന്ന വേറെ ആരൊക്കെ അവിടെ നിൽക്കണം? അതെ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ VD സതീശൻ എന്ന് പറയുന്ന നേതാവ് വിജയിക്കുന്നത്. അവിടെ തന്നെ പുനർജനി പദ്ധതിയുമായിട്ട് ഒരുപാട് വിമർശനങ്ങൾ VD സതീശനെതിരെ ഉണ്ടായിരുന്നു. നിയമസഭയിൽ പോലും പാളി നിൽക്കാൻ കഴിയാത്ത രീതിയിൽ അത് പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഒറ്റ ദിവസം രാവിലത്തെ 1 മണിക്കൂർ ഒരു അജണ്ട, ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു. VD സതീശനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ. പുനർജനിയിൽ പദ്ധതിയിൽ വലിയ അഴിമതി, വലിയ കോടികളുടെ അഴിമതിയാണ് പുനർജനിയിൽ നടക്കുന്നത്. അത് 1 മണിക്കൂറിന് ശേഷം അത് പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടതാണ്. മുഖ്യധാര മാധ്യമങ്ങൾ ആരൊക്കെയാണ് പണിയെടുത്തെന്ന് പറയേണ്ടത്? അതെ, കൃത്യമായിട്ട് അത് പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് മാത്രമല്ല, അവിടെ കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യണോ, നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്ത് കൃത്യമായിട്ടൊരു കമ്പനിയുടെ കീഴിൽ കണക്കോട് കൂടിയുണ്ട്, ആർക്ക് വേണം പരിശോധിക്കുക. മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിങ്ങൾ വേണമെങ്കിൽ ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുക, ഈ പദ്ധതി എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്, പഠിച്ചിട്ട് നിങ്ങളും പ്രാവർത്തികമാക്കിയോ. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 2018 പ്രളയ കാലഘട്ടത്തിൽ എത്ര മനുഷ്യരാണ് ദുരിതപ്പെട്ടു പോയത്, എത്ര ആളുകളുടെ കുടുംബമാണ് ഇല്ലാതായി പോയത്, എത്ര വീടുകളാണ് നശിച്ചു പോയത്, എത്ര നാശനഷ്ടമാണ് ഉണ്ടായത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. കണക്കുകൾ പറഞ്ഞാൽ തീരാത്ത അത്ര നാശനഷ്ടമുണ്ടായി. അവിടെ നിന്ന് കേരളത്തെ പടുത്തുയർത്താൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവ് തൻ്റെ മണ്ഡലത്തിൽ ഉണ്ടാക്കിയൊരു പദ്ധതിയായിരുന്നു പുനർജനി എന്ന് പറയുന്ന പദ്ധതി. ആ പുനർജനിയിലൂടെ എത്ര പേർക്കാണ് ഭവനമുണ്ടായത്, എത്ര പേർക്കാണ് സമാശ്വാസം ഉണ്ടായത്, അത് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഉമ്മൻചാണ്ടി കൊണ്ടുവന്നിരുന്ന എത്ര പദ്ധതികൾ ഉണ്ടായിരുന്നു. ചെവി കേൾക്കാത്തവർക്കായിട്ട് പദ്ധതി, സംസാരിക്കാൻ കഴിയാത്ത ബുദ്ധിമാന്ദ്യം സംഭവിച്ച അങ്ങനെയുള്ള ഓരോ ആളുകൾക്കായിട്ടും പ്രത്യേക പദ്ധതികൾ ഉണ്ടായിരുന്നു. ഈ പദ്ധതികളൊക്കെ എവിടെ പോയി? സാധാരണപ്പെട്ട മനുഷ്യർക്ക് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു. ഇന്ന് സാധാരണപ്പെട്ട മനുഷ്യന് ഒരു ആശുപത്രിയിൽ പോകാൻ കഴിയുമോ? ഇവിടുത്തെ ആരോഗ്യ മേഖലയെ തന്നെ കോടികളുടെ ഇൻവെസ്റ്റ്മെന്റിൽ വലിയ കുത്തക മുതലാളി കമ്പനികൾ വന്ന് വിലയ്ക്ക് വാങ്ങുന്ന ഒരു സാഹചര്യം, നേഴ്സുമാർ തെരുവിലിറങ്ങേണ്ട ഒരു സാഹചര്യം, PSC ഉദ്യോഗസ്ഥർ, PSC അട്ടിമറിക്കുന്ന രീതിയിൽ ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ച ഒരേ ഒരു പാർട്ടി CPM ആണ്. നിങ്ങൾക്ക് ജോലി തരാം, അത് തരാം, ഇത് തരാം എന്ന് പറഞ്ഞു അങ്ങനെ വഞ്ചിക്കുന്ന നടക്കാൻ പോവാ. 40 വയസ്സാണ് പരിധി വെക്കാം. അല്ല, ഇപ്പം ഈ സമയത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാമോ? സർക്കാർ സംവിധാനത്തിലുള്ള എല്ലാ ഇടങ്ങളിലേക്കും ഓരോ ആളുകളെ കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കണം. അതായത് അവർ ചെയ്തത് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ. അങ്ങനെ ആവുമ്പോ എന്താണ്, ആ കുടുംബത്തിലെ മുഴുവൻ വോട്ടും കിട്ടും. ഇവർക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലോ. പിണറായി സർക്കാർ ഞങ്ങൾക്ക് എന്ത് തന്നു? പിൻവാതിൽ നിയമനം വഴി ഞങ്ങൾക്ക് തൊഴിൽ തന്നു. ഇവരെ മനസ്സിലാക്കുന്നില്ല, നാളെ ഈ തൊഴിൽ ഉണ്ടായില്ല.
അല്ല, ഈ തൊഴിലൊക്കെ താൽക്കാലികമാണെന്ന് ഇത് ഉറപ്പാണ്. അങ്ങനെയുള്ള ഒരു നിരവധി പറ്റിക്കുക കേസുകളുണ്ട്. നമ്മളെ പറഞ്ഞ് അല്ല, സാധാരണപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ച് അറിയത്തില്ല. തീർച്ചയായും. അവര് വിശ്വസിക്കുന്നതാണ് പണ്ടത്തെ കാലത്തെ പോലെ ഇപ്പോഴും വീണ്ടും പിൻവാതിൽ നിയമനം വഴിയെ കയറിയിട്ട് പിന്നെയും തുടർന്ന് പോകാമെന്നാണ് ഇവർ കരുതുന്നത്. പക്ഷെ അതൊന്നും സാധ്യമല്ല. ഒരു മാസക്കാലം അല്ലെങ്കിൽ 2 മാസക്കാലം തെരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെ ഇവർക്ക് തൊഴിൽ ചെയ്യാം. അതിനുള്ള പൈസ കിട്ടുമോ? ചിലപ്പോൾ അതും കിട്ടത്തില്ല. ആദ്യത്തെ 1-2 മാസത്തെ കൃത്യമായിട്ട് സർക്കാർ കൊടുക്കും. സർക്കാർ ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായതുകൊണ്ട് കഴിഞ്ഞ മാസം വരെ ചെയ്തതിന്റെ ജോലിയുടെ പൈസ കൊടുക്കും. ഇത് 2 മാസം മുമ്പ് പിണറായി സർക്കാർ കൊടുക്കും. 2 മാസം തൊട്ട് പിണറായി സർക്കാർ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്ത് ഓരോ കുടുംബങ്ങൾക്കും ഒരാൾക്കെങ്കിലും പിൻവാതിൽ വഴി നിയമനം കൊടുത്തിട്ടുണ്ട്. ഉറപ്പാണ്, അത് നടന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിയാതെ പോയി എന്നൊരു യാഥാർത്ഥ്യമാണ്. അത് മാത്രമല്ല, ആ സമയത്ത് പ്രതിപക്ഷ നേതാവ് അതിനെ കുറ്റപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ പിൻവാതിൽ നിയമനം വഴിയാണ് ജോലി കൊടുക്കുന്നത്, ഓരോ കുടുംബങ്ങളിലെ ഒരാൾക്ക് വെച്ച് ജോലി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബങ്ങളെല്ലാം എതിരാവും. തീർച്ചയായിട്ടും. ഞങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരാതറ എന്ന് പറയുന്ന രീതിയിലേക്ക് രാഹുൽ പറഞ്ഞ പോലെ അവർക്ക് അവരെ പറ്റിക്കപ്പെടുകയാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അതെ, ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കൊറോണ കാലത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ CPM വന്ന ഏറ്റവും കൂടുതൽ ഉയർത്തിയ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അന്ന് അടി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പാർട്ടിക്ക് കിറ്റ് കൊടുക്കാൻ കഴിയില്ല. ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ സർക്കാരിന് കഴിയില്ല. അല്ല, അന്ന് രമേശ് ചെന്നിത്തല ഒരു വാക്ക് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണു. ഇത് തെരഞ്ഞെടുപ്പ് പ്രകാരം തെറ്റാണ്. CPM അന്ന് പറഞ്ഞിറക്കിയ ഒരു കാര്യം, 2ാം പിണറായി സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിന്റെ കാര്യമാണ് പറയുന്നത്. അതെ, CPM അന്ന് പറഞ്ഞത് ഇവിടുത്തെ സാധാരണപ്പെട്ട മനുഷ്യന്റെ അരിയിലും മണ്ണ് വാരിയിടുന്ന പ്രവൃത്തിയാണ് ഇവിടുത്തെ പ്രതിപക്ഷം ചെയ്യുന്നത്, രമേശ് ചെന്നിത്തല ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ അടിച്ചിറക്കി. സാധാരണപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ച് കൊറോണയാണ്, വീട്ടിൽ കഴിക്കാൻ ഭക്ഷണമില്ല, ഒന്നുമില്ല. ആ സമയത്താണ് സർക്കാരിൽ നിന്നും വരുന്ന കിറ്റ് മാത്രം നോക്കി നിന്ന മനുഷ്യർ. അങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. സർക്കാരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നാളത്തേക്കിന് അത് ആഹാരമാകുമല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന മനുഷ്യർ. അവിടെ രമേശ് ചെന്നിത്തലയെ പോലെ ഒരു നേതാവ് അത് കൃത്യമായിട്ട് രാഷ്ട്രീയപരമായിട്ട് പറഞ്ഞതാണ്. അദ്ദേഹം അതിനെ എതിർത്തുകൊണ്ടോ ഒന്നും പറഞ്ഞതല്ല. സർക്കാർ അത് കൊടുക്കുന്നത് തെറ്റാണ്, ഇലക്ഷൻ കമ്മീഷൻ വഴി തെറ്റാണ് എന്നുള്ള ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അത് അന്നത്തെ കോൺഗ്രസ് വലിയ അടിയായി, വലിയ വിനയായി എന്നൊരു യാഥാർത്ഥ്യമാണ്. CPM അത് കൃത്യമായിട്ട് ഫ്രെയിം ചെയ്ത് എല്ലാ ആളുകളുടെ സാധാരണപ്പെട്ട ഓരോ മനുഷ്യരുടെ ഇടയിലേക്ക് എത്തിക്കാൻ കഴിയും. ഇവരെ നാളെ തൊട്ട് നിങ്ങൾക്ക് ആഹാരം കിട്ടത്തില്ല. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കും ആഹാരം കൊടുക്കരുത്, അല്ലെങ്കിൽ അരി കൊടുക്കരുത്, കിറ്റ് കൊടുക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെല്ലാം ശേഷം ആളുകൾക്ക് മനസ്സിലായി കിറ്റ് കൊടുത്ത് തങ്ങളെ പറ്റിക്കുകയായിരുന്നു വോട്ടിന് വേണ്ടിയിട്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. പക്ഷെ അന്നത്തെ ഒരു ആവശ്യം എന്ന് പറയുന്നത് കിറ്റായിരുന്നു. ആ സമയത്തെ അന്ന് അതായിരുന്നു. ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് തൊഴിലില്ല. സാധാരണപ്പെട്ട യുവാക്കളും യുവതികളും എല്ലാം വീട്ടിൽ തൊഴിലില്ലാതെ കഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ എന്താണ്, ഇലക്ഷന് 2 മാസം മുമ്പിട്ട് ഒരു വീട്ടിൽ നിന്നും ഒരാൾക്കെങ്കിലും താൽക്കാലികമായിട്ട് ഏതെങ്കിലും വകുപ്പിൽ ഒരു ജോലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവരോട് പറയുന്നത് എന്താണ്, ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ താൽക്കാലിക ജോലി ഞങ്ങൾ സ്ഥിരമാക്കും. ഈ വാക്ക് കൊടുത്തുകൊണ്ടാണ് ഇവരെ എല്ലാം ജോലിക്ക് എടുക്കുന്നത്. ആളുകൾ വിചാരിക്കും, ഇപ്പം ജോലിക്ക് കയറി കഴിഞ്ഞാൽ കയറി, പിന്നീട് ഇത് സ്ഥിരമാകുമല്ലോ, പാർട്ടിക്ക് തന്നെ വോട്ട് കൊടുക്കും. ഇനി നടക്കാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവോ കോൺഗ്രസോ ഇതിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണപ്പെട്ട മനുഷ്യന്റെ ജോലി പോലും കൊടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ പാർട്ടി നിങ്ങളെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണപ്പെട്ട മനുഷ്യൻ എന്താണ് വിചാരിക്കുന്നത്, ഈ കോൺഗ്രസ്സുകാർക്കൊക്കെ എന്താണ്, ഞങ്ങൾ ജീവിച്ചു പോകുന്നെങ്കിൽ പോട്ടെ. കോൺഗ്രസ്സുകാർക്കും ജോലി കൊടുക്കുന്നുണ്ട്, CPM കൊടുക്കുന്നുണ്ട്, BJP-ക്കാർക്കും കൊടുക്കുന്നുണ്ട്. ആ വീടുകളിലൊക്കെ ഒരു ഓട്ടെങ്കിലും ഓരോ ഓട്ടം, അല്ലെങ്കിൽ 2 ഓട്ടെങ്കിൽ 2 ഓട്ടല്ല. ഇപ്പോ എന്റെ വീട്ടിൽ എനിക്കൊരു ജോലി തരികയാണ്, എനിക്കൊരു ജോലി തരുന്ന സാഹചര്യത്തിൽ എൻ്റെ വീട്ടുകാരെന്ന് വിചാരിക്കും, എൻ്റെ മകൻ ഒരു ജോലി കൊടുത്തല്ലേ, അടുത്ത വട്ടം സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ആ ജോലി സ്ഥിരപ്പെടുത്തും, എന്നാലേ എൻ്റെ കുടുംബത്തിന് വോട്ട് മൊത്തം ഇവർക്ക് കൊടുക്കാം, ഇവരെങ്ങനെയെങ്കിലും ജയിച്ചു വരട്ടെ. നടക്കും. അതാണ് ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഒരു സ്ഥിര തൊഴിൽ അത് ആഗ്രഹിക്കാത്ത എത്ര മനുഷ്യരുണ്ട് ഇവിടെ. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സാധാരണപ്പെട്ട മനുഷ്യർ തിരിച്ചു വോട്ട് കുത്തും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായിട്ടായിരിക്കും വോട്ട് കുത്താൻ പോകുന്നത്. എന്ത് തന്നെയാണെങ്കിലും പറവൂരിലേക്ക് വരികയാണെങ്കിൽ പറവൂരിലും ഇപ്പോൾ നമുക്കറിയാം ഒരു നേതാവ് എന്തൊക്കെയാണ് ചെയ്തത്,
അതിനനുസരിച്ചാണ് അവിടുത്തെ ആളുകൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. അതെ. അവിടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ നിയമസഭയിൽ അയക്കരുത് എന്നുള്ള, നിയമസഭ കാണരുത്. അതെ, കാരണം വിസ്മയങ്ങൾ ഒരുപാട് തീർത്ത ആളാണ് അദ്ദേഹം. ഈ മത മേലധ്യക്ഷന്മാർക്ക് അദ്ദേഹം ആ സംസാരിച്ചതൊക്കെ കേരള സമൂഹം വളരെ നന്നായിട്ട്, അതായത് ഈ പറയുന്ന NSS സുകുമാരൻ നായർ സാറിനോടായാലും വെള്ളാപ്പള്ളി നടേശ മുതലാളിയോടായിരുന്നാലും അദ്ദേഹം പറയാനുള്ളത് ഒരു മത നേതാവിനോടും കൃത്യമായിട്ടൊരു ആഭിമുഖ്യവും കാണിച്ചിട്ടില്ല. അതാണ് ആ നേതാവിന്റെ ഒരു ഗുണം. മെരിറ്റ്. അത് മാത്രമല്ല, ഒരുപാട് വിസ്മയങ്ങൾ തീർക്കാൻ അദ്ദേഹത്തിനെ പ്രതിപക്ഷ നേതാവായി കൊണ്ടുവരുമ്പോൾ AICCക്ക് ചില നിഗമനങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ അദ്ദേഹത്തിന്റെ മെറിറ്റ് കാണാതെ പോകാനും കഴിയില്ല. കാരണം ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി, പിന്നെ രണ്ടാമത് ലോകസഭയിലേക്ക് അദ്ദേഹം കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തിയത് അത് നിരവധി കാര്യം. ഈ CPM കോട്ടയിലാണ് ഈ പറയുന്ന രീതിയിൽ വടകരയിലൊക്കെ കൊണ്ടുപോയി ഷാഫി നിർത്തുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു സർജിക്കൽ സ്ട്രൈക്കിന്. കാര്യം CPM ഒരു ഞെട്ടിപ്പോയി, ഇത്രയും വലിയ ഐഡിയ ഒക്കെ ഇവിടെ മനസ്സിലുണ്ടായിരുന്നോ എന്നുള്ളത്. ഏതായാലും നമ്മൾ പറഞ്ഞു വെക്കുമ്പോൾ പറവൂർ അല്ലെ, പറവൂർ ഒരിക്കൽ കൂടി സതീശന്റെ അടുക്കിലേക്ക് തന്നെ പോകും. സതീശൻ, താങ്കൾ പറഞ്ഞ പോലെ സതീശൻ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ, ഒരു MLA ആ മണ്ഡലത്തിൽ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് അവിടെയുള്ള ആൾക്കാർക്ക് അറിയാം. പിന്നെ ഈ പറയുന്ന ബാക്കി കാര്യങ്ങളൊക്കെ, ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നീക്കുപോക്കുകളൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരള ജനതയ്ക്കുണ്ട്.